ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. സീഡ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഇതൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ. ഇതിലേത് സീഡ്സ് നിങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്ക് 20 രൂപയ്ക്കാണ് കിട്ടുക. പെറ്റൂണിയ സീഡ്, അതേപോലെ സൺഫ്ലവറിൻ്റെ സീഡ്, കോസ്മോസിൻ്റെ സീഡ്, ഡാലിയേൻ്റെ സീഡ്, അങ്ങനെ കുറേ സീഡ്സുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സീഡ് സെയിൽ ചെയ്യുന്നത് ഞാനല്ല, ലിജിന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവളുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ലിജിനേൻ്റെ നമ്പർ തന്നെയാണ് കേട്ടോ. അതാണ് അതിലേക്ക് തന്നെ വാട്സപ്പ് മെസ്സേജ് ഇടാൻ പറയുന്നത്. നമ്മളോട് സ്ഥിരം ചെടി വാങ്ങുന്ന ആൾക്കാരെ എനിക്കാണ് വേഗം മെസ്സേജ് ഇടുക സീഡ്സ് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ഇടണമെന്ന് പറയാം. എല്ലാ ചെടിയുടെയും പേര് നമ്മളിവിടെ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം വായിക്കുമ്പോൾ അറിയാമല്ലോ, അതുകൊണ്ട് ഓരോ പേരും ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സീഡ് വാങ്ങിയിട്ട് പാകുന്ന രീതിയും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വീഡിയോ തന്നെ ഈ ഒരു ഇതിൽ റിപ്പീറ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാകണ്ടേന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അരിച്ചെടുത്ത മണ്ണ് കേട്ടോ, അതായത് കല്ലൊന്നും ഇല്ലാതെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മണ്ണ്, അതുപോലെ കറ കളഞ്ഞിട്ടുള്ള ചകിരിച്ചോറും. കറയുള്ള ചകിരിച്ചോറ് ആവരുത്. നേഴ്സറികളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ കറ കളഞ്ഞിട്ടുള്ള ചകിരിച്ചോറ്. അധികം വിലയൊന്നുമില്ല, 5 കിലോയ്ക്ക് എത്ര 250 രൂപയറ്റേ ഉള്ളൂ. അപ്പോൾ ചകിരിച്ചോറ് വാങ്ങുക. ഒരു 60% ചകിരിച്ചോറ് എടുക്കുക, 40% മണ്ണും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മളൊരു ഹോൾസ് ഉള്ള പോട്ട്, ചെറിയ പോട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി പോട്ട് തന്നെ ആവണമെന്നില്ല, എന്താണെങ്കിലും. ഞങ്ങളിവിടെ ട്രേ ആട്ടോ കൂടുതലും എടുക്കുന്നത്. നമുക്ക് പറിച്ച് നടാൻ കുറച്ചും കൂടെ എളുപ്പം ട്രേയിലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോട്ടാണുള്ളതെങ്കിൽ പോട്ട് എടുക്കുക. എന്നിട്ട് ഒരു 3/4 ഭാഗത്തോളം അത് നിറച്ചിട്ട് നമ്മളൊന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് ആ വെള്ളം വാർന്നു പോയതിന് ശേഷം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ കൈകൊണ്ട് മിക്സ് ആക്കാം കേട്ടോ. എന്നിട്ട് നടുഭാഗത്തായിട്ട് വിത്ത് നമ്മൾ പാകി കൊടുക്കുക. അത് മുഴുവനായിട്ട് എടുത്ത് പാകരുത്. നിങ്ങൾ കുറച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ച് ആദ്യം പാകി മുളച്ചതിന് ശേഷം അത് നട്ടതിനൊക്കെ ശേഷം വീണ്ടും പാകുക കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിടരുത്. ഇപ്പോൾ പെറ്റൂണിയൻ്റെ സീഡൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒത്തിരി നമ്മൾ ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കണ്ടോ, ശകലം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അല്ല വലിയ വിത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുക കേട്ടോ. മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. സീഡ് പാക്കിയതിന് ശേഷം നമ്മൾ ഉറുമ്പൊന്നും വരാത്ത രീതി എന്തെങ്കിലും മഞ്ഞപ്പൊടി തൂളി എന്തെങ്കിലുമൊക്കെ തൂളി കൊടുക്കണം കേട്ടോ. ചുറ്റും അല്ലെങ്കിൽ ഉറുമ്പൊക്കെ എടുത്തുകൊണ്ട് പോകും പെറ്റൂണിയൻ്റെ സീഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 4 to 8 ദിവസം വരെയൊക്കെ എടുക്കും കേട്ടോ ഇതൊന്ന് മുളച്ച് കിട്ടാനായിട്ട്. നമ്മളിവിടെ പാകുമ്പോൾ പൊളിയോസിൻ്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് ഒരു 3-4 ദിവസം കൊണ്ട് മൊത്തം മുളയ്ക്കലുണ്ട് കേട്ടോ. വേഗം മുളച്ച് കിട്ടലുണ്ട്. അപ്പോൾ നിങ്ങളിത് പുറത്തൊക്കെ ആയിരിക്കും വെക്കുമല്ലോ, അപ്പോൾ ഒരു 8 ദിവസം വരെയൊക്കെ എടുക്കും. അപ്പോൾ അത്രയും ദിവസം നമ്മളിത് എന്നും നനച്ച് കൊടുക്കണേ. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല പൈപ്പ് പിടിച്ച് നനയ്ക്കുക, വെള്ളം അങ്ങനെ കോരി ഒഴിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാ വിത്തുകളും മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിഷ്ടം പോലെ ചെടികൾ ഈ ചെറിയ വിലയ്ക്ക് വിത്ത് വാങ്ങി തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം നിങ്ങൾ നഴ്സറികളിൽ കണ്ടിട്ടുണ്ടാവും, അതല്ല അവിടുന്ന് വാങ്ങിയിട്ടും ഉണ്ടാവും. അവർ ഇതെല്ലാം സീഡിട്ട് മുളപ്പിച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ നഴ്സറി ഉണ്ട്, നമ്മളും ഇപ്പോൾ ഇതുപോലെ സീഡ്സ് വാങ്ങി മുളപ്പിച്ച് തൈയാക്കിയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിട്ട് നമ്മളെ മിനിയേച്ചർ സീനിയയിലെ അതും നമ്മൾ സീഡിട്ട് മുളപ്പിച്ച തൈകളാണ് കേട്ടോ. നിങ്ങൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ സീഡ്സ് മേടിച്ച് മുളപ്പിച്ചിട്ട് തൈയാക്കിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എത്ര ലാഭമാണെന്ന് അത് ചെയ്താലേ അറിയുള്ളൂ. പിന്നെ നമ്മൾ സീഡ്സ് അയച്ചു തരുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ അടുത്ത് പോസ്റ്റൽ ചാർജൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീഡ്സ് വാങ്ങുമ്പോൾ ഒരു 3-4-5 പാക്കറ്റൊക്കെ വാങ്ങാൻ നോക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് കൊറിയർ ചാർജും അതല്ല നമുക്ക് പാക്കിങ് ചാർജ് എല്ലാം കൂടി മുതലാവത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക. പിന്നെ സീഡ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സീഡ്സ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൻ്റെ സീഡാണ് സെയിലിനുള്ളതെന്ന് അവസാനം വരെ കണ്ടവർക്കായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ അവസാനം വരെ വീഡിയോ കണ്ടവരെ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.